ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എംസ് വേൾഡ് തിരൂര്. ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗൊക്കെ വിചാരിച്ച് മുബു ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഞാനും മുബും കൂടെയാണ് പോണത്. പല സ്ഥലം പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് കക്കാടംപോയിൽ ഉറപ്പിച്ചിട്ട് അളിയൻ ഇങ്ങോട്ട് പുല്ലൂരാൽമക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. അതുകൊണ്ട് കുറേ ഉപകാരമായി. നേരെ 9 മണിൻ്റെ ട്രെയിനിന് പോകണം എന്നാട്ടാ മുബു പറഞ്ഞത്. പക്ഷെ ഓൻ കിടന്നാണ്ട് ഉറങ്ങി. ഫോൺ വിളിച്ചപ്പോഴാണെങ്കിലോ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ആകെ സ്വീപ്പായി. പിന്നെ ഓൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാട്ടാ കിട്ടിയത്. മൂപ്പരാൾ ഫോണത്തെ ചാർജിങ് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ കിടന്നിക്കണ്. മുബുവിൻ്റെ ഫ്രണ്ട് പോയി വിളിച്ചിട്ടാട്ടാ പിന്നെ മുബു നീച്ചേ. അതുകൊണ്ട് എന്താ ട്രെയിന് മിസ്സായി. ഇനിയിപ്പോൾ ഏതായാലും ബസ്സിന് പോകേണ്ടി വരും. മുബു സ്റ്റാൻഡിക്ക് വരാമെന്ന് പറഞ്ഞാണ് കേട്ടോ. അതാ ഞാൻ നേരിട്ട് സ്റ്റാൻഡിക്ക് പോണത്. സ്റ്റാൻഡിലെത്തിയിട്ട് വിളിച്ചപ്പോൾ മുബു പറഞ്ഞു ഞാൻ അപ്പോൾ വരും, കുറച്ചേരം അവിടെ ഒന്ന് കാത്തിക്ക്. ഇവിടെ നിൽക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആൾക്കാർ കാണാൻ മേത്ത് വന്ന് ചാരിപ്പോവും. അതിലും വലിയ വെറുപ്പുള്ള കാര്യം വേറെ ഇല്ല. അങ്ങനെ ചില നേരമ്പന്മാരുണ്ടാവില്ല. അപ്പൊ പിന്നെ ആണ്ടും കൊണ്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞ് നോക്കിയിട്ടേ നിൽക്കുള്ളൂ. സ്റ്റാൻഡിലാണെങ്കിൽ നേരം പോകാൻ ഇത് അനാർക്കലിത്തെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചേരം അതും കണ്ട് നിന്ന് നേരം പോണ്ടേ. ഈ സംഭവം ഇവിടെ ഉണ്ട് വെച്ചിട്ട് ആരും അങ്ങനെ ഇതിക്കൊന്നും നോക്കണമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഓരോരോ പണി. ബസ് ഇപ്പം തന്നെ എടുക്കൂല എന്ന് പറഞ്ഞിട്ടാ. രണ്ടാളാണെങ്കിലോ ചായയും കടിയൊന്നും തിന്നിട്ടില്ല. രണ്ടാളും നേരം വൈകിയല്ലേ. അങ്ങനത്തെ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കൂൾ ബാറിന്ന് ഞാനിത് ഒരു ലെയിമും പയമ്പരിയും തിന്നിട്ടാ. മുബൂദാ ചായയും സമൂസയും തിന്ന്. രാവിലെ ചായയും കൂടെ കുടിക്കാതെ ഇറങ്ങിയാൽ പിന്നെ പൈക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ട്രെയിനാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറേ ഒരു ആശ്വാസം ഉണ്ടാവും. ഇത് ബസ്സല്ല. മുബുവിനോട് ഞാനൊരു ബാഗ് ആരെടുത്തെങ്കിലും വേഗം കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ്. പക്ഷെ ഓൻ കേട്ടില്ല. അപ്പൊ അതാ കീസറിയും പിടിച്ച് കയറുന്നു. വെള്ളി ഇട്ടിട്ട് ഇത് ആൾക്ക് നല്ല വേജാറുണ്ട്. ചളി ആവുന്നൊക്കെ ഉള്ള പേടിയാണ്. അങ്ങനെ ഇതാ ഒരു സീറ്റിൽ വന്ന് ഇരുന്നിട്ടാ. ഇന്നലെ തന്നെ ഞാനൊരു ടവല് വാങ്ങിക്കോന്ന് പറഞ്ഞാട്ടെ മുബുവിനോട്. അത് വാങ്ങായിട്ട് ഇതപ്പോൾ അത് വാങ്ങാൻ പോയതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സീറ്റിൽ ഇരുന്നാൽ എന്തായാലും ചളിയാവൂലേ. മുബു ബസ്സിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടിട്ടാ ബസ് എടുക്കുമെന്ന്. ഞാൻ വിചാരിച്ചിരുന്ന വെള്ള ടവല് വാങ്ങിയേക്കാറുണ്ട്. ഇതാ കാപ്പി ടവലും വാങ്ങിയിട്ട് മൂട്ടിലും വെച്ചിരിക്കും. ഇനി ഇതിമത്തെ കളറായാലും പ്രശ്നമാവൂലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഇന്നലെ ബാഗിൽ വെച്ച ഡയറി മിൽക്കിന് ഓർമ്മ വന്നത്. മുബുവിന്റെ ഡ്രസ്സ് ഇന്നലെ എന്റെ പെരയിലായിരുന്നിട്ടാ. അതെടുക്കാൻ വന്നപ്പോൾ കുട്ടികൾ കാണാതെ എനിക്ക് തന്നാണ് കേട്ടാ ഈ ഡയറി മിൽക്ക്. കുട്ടിയേക്കൊന്നും കൊടുത്തില്ലേന്ന് വിചാരിക്കരുത് കേട്ടാ. കുട്ടിയേക്ക് ചോക്കോബാർ ഉണ്ടായിരുന്നു, എനിക്കിതും. അങ്ങനെ ഇതാ കൊളപ്പുറം എത്തിക്കണ കേട്ടാ. വരുമ്പോഴൊക്കെ ആള് കുറവായിരുന്നു. ഇവിടൊക്കെ എത്തിയപ്പോത്തിന് ബസ്സിലൊക്കെ നിറഞ്ഞിക്കണ്. പിന്നെ അവിടേക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ, ആൾക്കാരെല്ലാം ഒന്നാകെ. മുബുവിന്റെ അടുത്ത് ബംഗാളികളൊക്കെ വന്ന് നിൽക്കണം. എന്നാലും അവനക്ക് ക്യാമറയൊക്കെ വെക്കാൻ ഒരു മടിയും ഇല്ല. അങ്ങനെ ബസ്സിലിട്ട പാട്ടിനും ഡാൻസ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കടലുണ്ടി കായലും കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കണ്ടിരുന്നപ്പോഴാട്ടാ മുബു ഫോൺ ഓൺ ആക്കിയത്. അപ്പം അതിലതാ സൂര്യനും കടലൊക്കെ. അപ്പം ഞാനും ഇവിടെ മുബു എന്ന് ചോദിച്ചപ്പോൾ അതിലൂടെ കാണാനില്ല. പണ്ട് വാൾപേപ്പറിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അതാ പിന്നെ വാൾപേപ്പറൊക്കെ മാറ്റിയിട്ട് എനിക്ക് കാണിച്ചു തരണേ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ കോഴിക്കോട് ഇറങ്ങിയിട്ട് ഞാനും മുബും കൂടെ നടക്കുകയാണ് കേട്ടാ. ഇവിടുന്ന് ഇനി KSRTC സ്റ്റാൻഡ് തപ്പണം കേട്ടാ. മുബുവിന് അങ്ങനെ സ്റ്റാൻഡ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എവിടെയെന്ന് അറിയില്ല കേട്ടാ. സ്ഥലമൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാട്ടാ തിരൂര് സ്റ്റാൻഡിനെ മിസ് ചെയ്ത്. തിരൂര് സ്റ്റാൻഡിലത്തെ ആ ഒരു സുഖം അവിടെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ളവർക്ക് ഇനിയിപ്പോൾ എന്താ വൃത്തിൻ്റെ ഒരു കുഴപ്പമാണോ എന്നറിയില്ല. എനിക്ക് അത്ര കണ്ടിട്ട് തിരൂര് സ്റ്റാൻഡിനെക്കാട്ടും വീതിയും വിസ്താരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഇനി അങ്ങനെ തോന്നുകയാണോ എന്നറിയില്ല കേട്ടോ. ഞാനും മുബും കൂടി റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ മുബുവിൻ്റെ വക ഓരോന്ന് പറയാനുണ്ടാവും കേട്ടോ. അയച്ച് പിന്നെ മൈൻഡ് ആക്കണില്ല, വീഡിയോ എടുക്കൽ തന്നെയാണ് എന്നൊക്കെ. ഇതൊക്കെ നമുക്ക് തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ മുബൊന്നും മുണ്ടൂല കേട്ടോ. ഇനി ഇങ്ങനെ പോണേന് ഞങ്ങൾക്ക് 2 ലക്ഷ്യം ഉണ്ട് കേട്ടാ. ഒന്ന് ഞങ്ങൾക്ക് ഫുഡും കഴിക്കണം, ബസ്സിനും പോകണം. പിന്നെ അതാ ഇതുപോലെ കുറെ ഗ്യാങ്സ് ഉണ്ട് കേട്ടാ. ഞങ്ങളെ പോലെ തന്നെ ആണോന്ന് അറിയില്ല. ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കപ്പിൾസ് ആവാം. നമ്മളൊക്കെ പണ്ട് എത്ര പേടിച്ച് നടന്നിരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ അതെന്റെ കയ്യും പിടിച്ചു കൊണ്ടു. ഇനി ആരും പേടിക്കണ്ടല്ല അടുത്ത ഡയലോഗ്. ഇങ്ങനെ നടന്നാൽ മാത്രം പോരല്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ. മുമ്പ് അതാ പീടികളൊക്കെ നോക്കുകയാണ് എന്താ ഇവിടെ തിന്നാൻ കിട്ടുക എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ അതാ കുറെ പീടികളൊക്കെ ഉണ്ടായില്ല. ഒരു പീടികയിൽ ഞങ്ങൾ രണ്ടാളും കയറിയിരുന്നിട്ടാ. ഇതൊരു കൂൾ ബാറാണ്. ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ഉച്ചയൂണ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അതാ പൂട്ടിയിട്ടിങ്ങനെ ചെന്നു. ഇതാണെങ്കിൽ ഇതെന്നും വിചാരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അവിടെയുള്ള ചേച്ചി സാധനം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ പിന്നെ ഉണ്ടായിരുന്നത് പപ്സും വേറെ എന്തോ കടിയുമാണ് കേട്ടോ. അപ്പോൾ പിന്നെ പപ്സ് മതിയെന്നും പറഞ്ഞാൽ ചേച്ചി ഇതാ ലൈമായിട്ട് വരുന്നത്. ആ നേരത്ത് വെള്ളത്തിന് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതിയായിരുന്നു വിചാരം. മുബു ലൈമ് കുടിക്കണ നേരത്തെ ഞാൻ വിചാരിക്കണ എന്താ ഒരു പപ്സ് വരാത്ത നീന്നിട്ടാ. മുബു ഈ കടയിൽ കയറിയപ്പോൾ ബാക്കിലുള്ള പീടി എന്തേ പൂട്ടിയിട്ടെന്നൊക്കെ ചോദിച്ചിരുന്നോടുള്ള ചങ്ങായിനോട്. അപ്പൊ അയാൾ പറഞ്ഞു അവിടെ നിന്ന് ലീവാണ്, എന്നും ഉണ്ടാവലുണ്ട്, ഇന്ന് ലീവാണ്. അങ്ങനെ ഇരുന്ന് പപ്സ് തിന്നിട്ടാ. പപ്സിനാണെങ്കിലോ ഭയങ്കര ഉറപ്പ്, നല്ലതായിട്ടാണോ വേടക്കായിട്ടാണോ. മിസ്റ്റർ മുബഷിർ ഞാൻ ഫോൺ എടുത്ത എപ്പോഴും കുറ്റം പറയും. എന്നിട്ടാണെങ്കിലോ ഓനിക്ക് എപ്പോഴും ഫോണാണേനു. എനിക്കിത് തിന്നാൻ മാത്രം പോരല്ലേ, എന്തെങ്കിലുമൊക്കെ എടുത്തെങ്കിലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ അതും ഇരുന്ന് തിന്ന് കുറച്ചു നേരം. അങ്ങനെ അത് തിന്നിട്ട് ഇറങ്ങിട്ടെ ഞങ്ങള്. ഇനി നേരെ KSRTCന്റെ സ്റ്റാൻഡിൽ കാട്ടാ പോണ്. ലെയിമും പപ്സും കുടിച്ചാലും കുറെ നടക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ. അതാ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. തിരുവമ്പാടിക്കുള്ള ബസ് ഇനി എവിടെ നിൽക്കാന്ന് അറിയില്ല. അത് ചോദിക്കാൻ അതാ മുമ്പ് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പോയിന്. അവരൊരു മടിയും കൂടാതെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ. എന്തായാലും നല്ല ചൊറുക്കുണ്ട് ബസ് സ്റ്റാൻഡ് കാണാൻ. ഇവിടെ ഒരു മൂടി പിടിച്ചിങ്ങാണ്ടുണ്ട്, ഒരു ഇരുട്ടൊക്കെ ആയിങ്ങാണ്ട്. ഇതാ നിൽക്കണ തിരുവമ്പാടി ബസ്. കോഴിക്കോട്ട് നിന്ന് ഇനി തിരുവമ്പാടി വരെ എത്താൻ ഇത് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോയതാണ് മുമ്പ്. പോപ്കോൺ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നേരം പോകാൻ വേണ്ടിയിട്ട് രണ്ടാളും പോപ്കോൺ ഇരുന്ന് തിന്ന്.
കുറെ ബസ്സിൽ തന്നെ ഇരുന്നപ്പോ ചടക്കൽ തുടങ്ങിയിട്ടാ. പിന്നെ അതാ റൂട്ട് മാറുണ്ട്, ഉറക്കമൊക്കെ വരൽ തുടങ്ങി. വരുമ്പോ ട്രിപ്പ് പോവാന്നുള്ള മൂടൊക്കെ ഉണ്ടായിരുന്നു. ആ കഥ ഏകദേശം പോയി തുടങ്ങി. പിന്നെ അതാ ഇരുത്തത്തിന്റെ ശൈലി വരെ മാറിയിട്ടാ. നല്ലപോലെ കാലൊക്കെ വെച്ചിരുന്ന ഒരു ഇതപ്പം ഇങ്ങനെ ഇരിക്കണം. ആൾക്കാർ കണ്ട എന്താണാമോ വിചാരിക്കുക. ഞാൻ ഇറങ്ങി നീച്ചപ്പോ ഞാൻ വിചാരിച്ചിക്കണേ മറ്റാൾ ഉറങ്ങാതിരിക്കേക്കാരെന്ന്. മറ്റാൾ ഇതാ പുരാ ഉറക്ക്. ഇന്നോട് ഇജ്ജ് ഉറങ്ങൂലല്ലോ എന്നൊക്കെ ചോദിച്ച ആളെന്നിട്ടാ ബസ് കയറുമ്പോ പോനതാ പുരാ ഉറക്ക്. ഇനി അടുത്ത സ്ഥലം മുക്കാണ് കേട്ടാ. മുക്കത്തെത്തിയ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ അതാ മുക്കത്തെത്തി. മുക്കത്തുള്ളൊരു യൂട്യൂബറൊക്കെ കണ്ടിക്കണേ ഞാൻ യൂട്യൂബ്. ആ ഏട്ടന്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടാ, ശരിക്കും മറന്നു. ആ ഏട്ടൻ വീഡിയോ ഇടുമ്പോ ഇങ്ങനെ കേക്കലുണ്ട് മുക്കത്താണെന്ന്. മുക്കത്തെത്തിയപ്പോ പിന്നെ ഓർമ്മ വന്നത് കാഞ്ചനനും മൊയ്തീനാട്ടാ. മുംതാസ് ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവരാർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? തിരുവമ്പാടി എത്തിയപ്പോ മുമ്പ് ഇവിടെ ഫുഡ് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ബസ് കയറിയാൽ എന്തായാലും 3 മണി 3:30 കണക്കാവും എന്ന് പറഞ്ഞു മുമ്പ്. അങ്ങനെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ട് ഒരു സുമിനെ മൂപ്പരാൾ കിടന്നു ഉറങ്ങാണ്. നായിനെ വീഡിയോ എടുക്കൽ കണ്ടപ്പോൾ അതാ മുമ്പ് ചുളിവിൽ മണ്ടിറിഞ്ഞ് അവനെ അടുത്ത് എടുക്കാന്ന് വിചാരിച്ചു. ആ സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഒരു കടയിൽ നിന്ന് ഇതാ ഒരു ജ്യൂസ് കുടിച്ച്. മുമ്പ് കേടാട്ടി കൊടുത്തിരുന്ന കീസർ അത് ഏകദേശം തീരുമാനമായി തുടങ്ങി. ട്രിപ്പ് പോകുമ്പോൾ ഇതേമാതിരി ആരെങ്കിലും പേപ്പറിന്റെ ഏറ്റൊക്കെ പോകും. കക്കാടംപോയില് മെയിൻ കൃഷിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഫുള്ള് പിന്നെ അങ്ങോട്ട് പച്ചപ്പന്നായിരുന്നു. ആദ്യമൊക്കെ മുമ്പ് കക്കാടംപോയിൽ പോകാന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിരുന്നത് ഇത് അതേപോലെ പച്ചപ്പന്നെ ഇരുന്നിട്ടാ. പിന്നെ മെയിൻ ആയിട്ട് റിസോർട്ടും ഉണ്ടാവും. കക്കാടംപോയിൽ കാണാൻ ഇതുപോലത്തെ ഓരോ വ്യൂസും പിന്നെ ഫാക്ടറീസ് അങ്ങനെയൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടൊക്കെ മെയിൻ അഗ്രികൾച്ചർ തന്നെയാണ്. മുമ്പ് പിന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനൊന്നും നമ്മൾ കാണാൻ പോകില്ല, നമുക്ക് റിസോർട്ട് വീഡിയോ എടുത്ത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. ഫൈനലി കക്കാടംപോയിൽ എത്തിയപ്പോൾ കണ്ട ഹോട്ടൽ ഇതായിരുന്നിട്ടെ, ഈ ഹോട്ടൽ സുൽത്താന്. അങ്ങനെ ആ ഹോട്ടലിൽ തന്നെ കയറി ചോറും വെച്ചു. സംഭവം ചോറ് 2-3 കൂട്ടാനൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മൾ പെരേന്ന് വയ്ക്കൂല ചോറ്, അതേമാതിരി റാഹത്തായി പൈച്ചും ചെയ്തിന്ന്. പിന്നെ ഒരു പെരയത്തെ ഫീലും. ആ ഹോട്ടലിന്റെ അടുത്ത് തന്നെ ഒരു പീടി ഉണ്ടായിരുന്നു. അതിന് 2 ആനപ്പിണ്ടിയും വാങ്ങി. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയാ? പിന്നെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് റിസോർട്ടിന്റെ മുതലാളി വന്നു. മൂപ്പരാൾ ഇതാ ജീപ്പായിട്ടൊക്കെയാണ് വന്നിക്കണത്. വണ്ടി കയറിയപ്പോ പിന്നെ ആൾക്ക് കുറെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആരാണ് എന്താണ് എന്നൊക്കെ. പേര് സ്ഥലമൊക്കെ അറിയാം, അതല്ല പ്രശ്നം. ഹസ്ബൻഡ് ആണോ വൈഫാണോ എന്നൊക്കെയാണ് കേട്ടോ ആദ്യം തന്നെ ചോദിച്ചത്. മുമ്പ് ആദ്യം തന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തതാണ് എവിടുന്നാണ് എന്താണെന്നൊക്കെ. പക്ഷെ മൂപ്പരാൾ ഇതൊക്കെ ചോദിച്ചു. നേരെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് ജീപ്പ് നിർത്തി. വന്ന് ഇറങ്ങിയതിൽ ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് നോക്കി. ഇത് ഫാമിലിന്റെ ആണെന്ന് മുമ്പ് ചോദിച്ചപ്പോൾ മുതലാളി അതിന്റെ നേരെ ഫ്രണ്ടിൽ ഇതാ ഒരു ചെറിയൊരു പൂളുണ്ട്, ഒരു കീണൊരു സാധനമുണ്ട്. കാണാനൊരു രസമുണ്ട്, പിന്നെ വൃത്തിയുണ്ട്. അവിടെ ഒന്ന് കുറച്ചും കൂടെ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ റൂമിന്റെ അങ്ങോട്ട് നടന്നു. അവിടുത്തെ ആ കാക്കാന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ റൂമിലേക്ക് പോണത്. ഇവിടെ ഈ ഒരു കാക്കി ഉണ്ടാവും, പിന്നെ വേറൊരു കാക്കിയുണ്ട്. ഈ നിൽക്കുന്നതും പിന്നെ ഞങ്ങൾ നിൽക്കണമൊക്കെ സിംഗിൾ റൂമാണ്. ഞങ്ങൾക്കാണെങ്കിലോ നല്ല വ്യൂ ഉള്ള തന്നെയായിട്ടാ കിട്ടിയത്. മുമ്പ് അതാ ബാഗ് ഇട്ട് ഇറങ്ങി പോണ്. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റിസോർട്ടിൽ നിൽക്കാൻ പോണത്. പക്ഷെ എനിക്ക് ഇഷ്ടമായത് അവർ ആ ഒരു സെറ്റിങ്സ് ആയിരുന്നു. അങ്ങനെ ഞാനും മുമ്പും കൂടി റൂം എന്താ പാടിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അതാ കാക്കാന്റെ പിന്നാലെ പോകണം. നിങ്ങൾ ഈ പോണ പോക്കിലൊക്കെ മുബിന്റെ കയ്യിലുള്ള കീസർ ഒന്ന് ശ്രദ്ധിച്ചു. ഞങ്ങളെ റൂമിന്റെ ഈ ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ ഒരു കയറ്റായിരുന്നു. സംഭവം കാണാനൊക്കെ രസമുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്കെന്തോ ഒരു പേടി. ബാഗും സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. സംഭവം ഞങ്ങൾ ഇറങ്ങണമെന്നുള്ളൂ കേട്ടോ, ഞങ്ങളങ്ങനെ ഉന്തിടണ മാതിരി ഇറക്കായോണ്ട്. ഇവിടെയുള്ള വ്യൂ നോക്കി ഞാനും മുമ്പും കുറച്ച് നേരം അവിടെ നിന്ന്. ഫുള്ള് ഇങ്ങനെ കയറ്റം ഇറക്കുള്ള സ്ഥലമാണെങ്കിൽ അവരെല്ലാം നല്ല രീതിക്ക് സെറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരു പൂളായിരുന്നു ഞങ്ങൾ ആദ്യം മെയിനായിട്ട് തപ്പിയത്. ആ പൂളൊന്ന് ശരിക്കും പോലെ കാണാൻ വേണ്ടി ഞങ്ങൾ താഴത്തേക്കൊന്ന് ഇറങ്ങി. അതിലേലൊക്കെ വീണിട്ട് കുറച്ച് കച്ചറ ഉണ്ടാവും അവിടുത്തെ കാക്ക പറഞ്ഞിരുന്നു. 5 മണി 5:30 ആകുമ്പോഴത്തേനൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഇവിടുന്ന് കുറച്ച് മുബുവിന്റെ വ്ളോഗാണ്. മുബുവിന്റെ മുടിയൊക്കെ പൊയ്ക്കണം. മുബു ആണെങ്കിൽ തൊള്ള വിടാതെ വർത്താനം പറയണ്ട്, ഇതാ എന്റെ മുടിയൊക്കെ പൊയ്ക്കണ, ഇന്നെ നോക്കണില്ല എന്ന്. ഇന്റെ വ്ളോഗും മുബുവിന്റെ മുടിയും തമ്മിൽ എന്താ ബന്ധം? പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ കയറി. റൂം കുഴപ്പമൊന്നുമില്ലേന്ന്. വന്ന് കയറിയേക്കൊക്കെ 4 തലക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചു. കുഴപ്പമില്ല, വിത്ത് AC ഒക്കെ. ഫാനും ഇടട്ടെ, അതാ ഒരു ഫാനും ഉണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നല്ലപോലെ എടുത്തേക്കാൻ ഇതാ അൽമാറൊക്കെ ഉണ്ട്. വന്ന ടൈമിൽ ഈ അൽമാറിനൊന്നും ആരും നോക്കിയില്ല. അൽമാറക്ക് കുറച്ച് ഉറപ്പുണ്ട്, വലിച്ചിട്ട് ഇങ്ങോട്ട് വരണില്ല. റൂം എടുത്ത് ആദ്യം വന്ന് നോക്കൽ ഇതുമാതിരി ബാത്റൂമൊക്കെയാണ്. ഓസിക്കൊന്നല്ലല്ലോ നമ്മളാരും ഇവിടെ വന്ന് നിൽക്കണത്, അപ്പോൾ ഒന്ന് കുറച്ച് വൃത്തി ഉണ്ടോ നോക്കണ്ടേ. അതൊക്കെ ഓക്കെ ആയിരുന്നു. അവിടെ ഒരു വലിയ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുത്തു. വന്ന ക്ഷീണത്തിന് കുറച്ച് ഉറങ്ങി. പിന്നെ നീച്ചിങ്ങാട് മേലേക്ക് പോകും. ഇവിടെ വന്നപ്പോൾ ഉഴുന്നുവടിയും ചായയും തന്ന് കാക്ക. ഇവിടെയൊക്കെ ഇങ്ങനെ പാറകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരിങ്ങനെ കയറ്റത്തിൽ ഇറക്കത്തിലായിട്ടാണ് ഓരോന്ന് ഉണ്ടാക്കി വെച്ചാണ്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഇവർ ചായ കുടിക്കാനും എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ ഇതുപോലെ കുറച്ച് സ്ഥലമുണ്ട്. അതൊക്കെ ഉള്ളത് ഓരോ പാറന്റെ മുകളിലാണ്. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടവർക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്. അവിടെ ഇതാ ഗ്ലാസ് എന്തെങ്കിലും വെക്കാനൊരു സംഭവമാണ്. പിന്നെ അവിടെ ഇതാ കുറച്ച് വെള്ളത്തിന്റെ സെറ്റിങ്സും ഉണ്ട്. പക്ഷെ അതിലൊക്കെ നിറച്ചു ഇലയാണ്. ഇതിന്റെ ഒക്കെ ചുറ്റിലും മരമാണ്, അപ്പൊ അതിമന്ന് വീണ ഇലയാണ്. കുട്ടികളേറ്റ് വരുന്നവർക്ക് ഇതാ കളിക്കാൻ സംഭവമുണ്ട്. മറ്റേ സംഭവം അത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് കളിക്കൂലേ, അത് എനിക്ക് പേരറിയായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിമ കളിക്കാൻ പറ്റും തോന്നണില്ല, കിടന്നിട്ട് കയറാണ് കെട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ മുമ്പ് അതാ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കണം. ആ ഒരു ഹായ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവരുത്. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ക്യാമ്പ് ഫയറും പാട്ടും കളിയൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാക്ക സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ക്യാമ്പ് ഫയർ ഒക്കെ ആകുമ്പോൾ ആളും വേണം, ഫാമിലി ഒക്കെ വേണ്ടേ.
ഇവിടെ ഞങ്ങളും ഞങ്ങളെപ്പോലെ വേറൊരു കപ്പിൾസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ സബിനും മൈക്കിനും വന്നു നോക്കി ഞാൻ. പണ്ട് കോളേജിൽ നിന്ന് പാടിയപ്പോൾ സാർ അറിഞ്ഞ് ശ്രുതി ഇല്ലാന്ന് അവിടെ വെച്ച് അവിടെ ഇരിക്കാനുള്ള സ്പേസിന്റെ ചുറ്റിൽ ഇതുപോലെ കെട്ടിയിരിക്കണം. അതിനൊരു ഗേറ്റ് പോലൊക്കെ മരയിട്ട് ഉണ്ടാക്കിയിരിക്കണം. പിന്നെ അതിന്റെ ഉള്ളിൽ ഫുള്ള് ഇതുപോലത്തെ വലിയ വലിയ മരം. അങ്ങനെ ഞാനും മുമ്പും കൂടി ആ പെര പോലത്തെ റൂമിന്റെ ബാക്കൊക്കെ പോയി. അവിടെ അങ്ങനെ കയറ്റൊക്കെയാണ്. അങ്ങനെ അങ്ങോട്ടൊക്കെ കയറി അവിടെയൊക്കെ കണ്ടു. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഉണ്ട് മുമ്പ് പറയണു ഇവിടെ വിറകിനൊന്നും ക്ഷാമം ഉണ്ടാവില്ല, അവിടെ ഫുള്ള് വിറക്. ഇതിന്റെ ഈ ബാക്കൊക്കെ ആയിട്ട് വരുന്ന ഫുള്ള് അതുപോലെ വള്ളി ചെടികളാണ്. അതിന്റെ അവിടെ ഉള്ള ഒരു പാറന്റെ മേലെ മുമ്പ് കയറിക്കണം. അവനെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും കയറിയല്ലേ പറ്റുള്ളൂ. മുമ്പ് എന്നോട് അറിഞ്ഞ് ഇജും വായോ നമുക്ക് കണ്ട് കയറി വെക്കും. ആ പെരന്റെ മേലെ എന്തൊക്കെയോ മാണിക്കക്കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഏതായാലും വിളിച്ചല്ല നമുക്ക്. പിന്നെ മേലേക്കുള്ള കോണിയാണെങ്കിലും അതിങ്ങനെ വളഞ്ഞിട്ടാണ് സെറ്റ് ആക്കിയിരിക്കുന്നത്. ഇത് ഫാമിലി റൂമിന്റെ സൈഡിലുള്ളതല്ലേ, അപ്പൊ അത് ഫാമിലീസിനുള്ള തന്നെ. ലാസ്റ്റ് പോയി എവിടെ എത്തുമാവോ. ഇതിന്റെ ടോപ്പ് ഒന്ന് നോക്കുമ്പോഴാട്ടോ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഭംഗി അറിയണത്. ഞങ്ങൾക്ക് സെറ്റാക്കി തന്ന റൂമിൽ നിന്ന് സ്വിമ്മിംഗ് പൂള് കാണുന്ന പോലെ തന്നെ ആട്ടോ അവിടെ നിന്നും തോന്നി. ദൂരെ നിന്ന് കാണുമ്പോഴാണ് കൂടുതൽ. അങ്ങനെ ഞാനും മുമ്പും കൂടി അവിടെ സൈഡിലായിട്ടുള്ള ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അവിടെ വന്നിട്ട് ഇത് അതിമ വന്ന ആട്. പൂളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പൂളിൽ ഇറങ്ങണമെങ്കിൽ സ്വിമ്മിങ് സ്യൂട്ട് വേണ്ടേ, അത് വാങ്ങാൻ പോവാണ് ഞാനും മുപ്പും കൂടി ആ കാക്കാന്റെ ജീപ്പിൽ. ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഞങ്ങൾ ഇതാ പൂളിന്റെ അങ്ങോട്ട് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിരുന്നു മുബു. അപ്പോൾ വേറൊരു കപ്പിൾസും ഇല്ല, അപ്പോൾ അവർക്കും ഇറങ്ങണ്ടേ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു. മുബു ഇതാ എത്ര ആയുണ്ട് എന്നൊക്കെ നോക്കണം. കൊള്ളി ഷിഫ്റ്റ് ആയിട്ടാട്ടാ ഞങ്ങൾക്ക് നീന്താൻ സമയം തന്നത്. ഏകദേശം ഒരു 8 മണി വരെ തന്നു. ബാക്കി പിന്നെ ആ കപ്പിൾസിന്. ഞാൻ നീന്തണ ഏതായാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ, അപ്പൊ മുബുവിനെ ഏതായാലും എടുക്കാം. ആളുണ്ടോ നോക്കാനാട്ടാ പിടിച്ചു പോയത്. ഇനി കുറച്ചു നേരം മുബുവിന്റെ നീന്തൽ കാണാതാ. മുബു നീന്തുന്നു. മുമ്പ് നീന്ത് മാത്രല്ലല്ലോ വീഡിയോക്ക് നോക്കണില്ലേ, അപ്പൊ ശ്വാസം കിട്ടായിട്ടാന്ന് തോന്നുന്നു. തുപ്പുളിന്റെ സൈഡിൽ തന്നെ ഇരുന്നിട്ട് ഇതാ ഈ ഒരു ലേസും തന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പിന്നെ ഞങ്ങൾ മേലേക്ക് തന്നെ കയറി. അപ്പൊ ഞങ്ങൾക്ക് ഇതാ ഷട്ടിൽ ബാറ്റ് ഒക്കെ സെറ്റ് ആക്കി തന്നവര്. അതിന്റെ സെന്ററിൽ നെറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നു. മുബുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തപ്പോൾ അതൊന്നും അതിൽ പെട്ടിട്ടില്ല. അവിടുന്ന് പിന്നെ അത്യാവശ്യം കുറെ ടൈം നിന്ന് ഞങ്ങൾ കളിച്ച്. ഈ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് 10-11 മണി കഴിഞ്ഞിട്ട് പെരേ കയറി ചെല്ലുന്നത്. ആദ്യമൊക്കെ കളിക്കുമ്പോൾ ഇന്ത്യയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വീകുമായിരുന്നു. പിന്നെ കളിച്ച് ശരിയായപ്പോൾ പിന്നെ കുറേ നേരം അങ്ങനെ നിന്ന് കളിച്ചു. അങ്ങനെ കുറേ നിന്ന് കളിച്ചപ്പോൾ പിന്നെ പൈക്കൽ തുടങ്ങി. ഇനി നൈറ്റ് ഫുഡ് ഇവിടുന്ന് കിട്ടൂല, ആദ്യം നമ്മൾ ഹോട്ടലിൽ ഓർഡർ ചെയ്യണം. അത് അവിടുത്തെ കാക്കാനോട് തന്നെ പറഞ്ഞപ്പോൾ അവരെന്നെ ഓർഡർ ചെയ്ത് തന്നു. ഓർഡർ ചെയ്ത് ഫുഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വന്ന്. മുമ്പ് ഇത് അവരേക്കൊന്ന് വാങ്ങണം. മേലെ തന്നെയാണ് ടേബിളൊക്കെ ഉള്ളത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളത്. ഇവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചോളെന്ന് പറഞ്ഞ അവിടുത്തെ കാക്ക. ഞങ്ങൾ മന്തിയോ അൽഫാമാണ് ഓർഡർ ആക്കിയത്. റൂമിൽ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വേസ്റ്റ് ആയിട്ട് കണ്ടേനെ കയറണ്ടേ, അതിലും നല്ല ഇവിടുന്ന് തിന്നിട്ടാണ്ട് പോകണതാണ്. എന്തായാലും മന്തി പൊളിയെന്ന്. പിറ്റേന്ന് രാവിലെയാണ് പിന്നെ ബാക്കി വീഡിയോ എടുത്തത്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എവിടുക്കാൻ പോകണമെന്ന് എവിടേക്കും പോകണില്ല, ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാം മേലേക്ക്. അങ്ങനെ ഇന്നലെ കുളിച്ച പൂളൊക്കെ നോക്കി പോന്നു. ഇന്നെന്തായാലും ഈ പൂളൊക്കെ ഇറങ്ങൂല, കാരണം ഇന്ന് ഉച്ചക്ക് ഗെറ്റ് ഔട്ട് അടിക്കും. മേലേക്ക് കയറിയപ്പോൾ ഇത് അവിടെ കസാലൊക്കെ നിരത്തി വെച്ചിരിക്കണം. ഞങ്ങൾ ചെന്നപ്പോൾ കാക്ക അതിൻ്റെ ഉള്ളിൽ എവിടെ വേണം. കാക്ക ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊടുന്നത്. കടി വെള്ളപ്പം നൂൽപ്പൊട്ട് കഴിയും. അതിക്ക് കറി കടലക്കറി മുട്ടക്കറി ഉണ്ട്. ഞാനും മുമ്പ് അതും ഇരുന്ന് തിന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്ന ഫുഡ് ഇതൊക്കെ അവർ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുതന്നെയാണ്. അല്ലാതെ ഇവിടെ ഫുഡ് ഉണ്ടാക്കണമൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ വന്ന ടൈമിൽ ഒരു താത്തിയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പണിക്കാരായിട്ടേന്ന് തോന്നുന്നുണ്ട്. അത് തിന്നണേന്റെ ഇടയിൽ ഇതാ കാക്ക ഞങ്ങൾക്ക് ഈ ഫ്രൂട്ടും കൊടുന്നു. അതും ഇരുന്ന് തിന്ന് ഞങ്ങൾ രണ്ടാളും. മറ്റേ കപ്പിൾസിന് ആ പരിസരത്തോടെയും കാണാനും പാടില്ല. ഇന്നലെ എൻ്റെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഓരേറ്റൊക്കെ ഒന്ന് കമ്പനി ആയിക്കൂടെന്ന്. ഓരെ കാണാൻ പാടി കിട്ടണില്ല, ഓരോ മുഖം കൂടി ഓർമ്മയില്ല, എന്നിട്ടല്ല കമ്പനി. നമ്മളൊന്ന് കണ്ടിട്ട് ജസ്റ്റ് ചിരിക്കെന്നെങ്കിലും വേണ്ടില്ല, അവർക്ക് അതിനൊന്നും മൂടില്ല. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ വന്ന് കസാലം അങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിരുന്നു. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ കാക്ക പറഞ്ഞ് ഏതായാലും ഇന്ന് 1 മണിക്കൊക്കെ ഇറങ്ങും. ഉച്ച വരെ തന്നെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഈ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള റോട്ടും വന്ന് ബസ് ഇട്ടെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 1 മണി 1:15 ഞങ്ങൾ മാറ്റലൊക്കെ കഴിഞ്ഞ്. അങ്ങനെ അതാ റൂമിനോടും സലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന്. ഏതായാലും മാറ്റിയല്ലേ, അപ്പോൾ പോണ പോക്കിൽ ഇവിടുന്ന് കുറച്ചും കൂടി ഒന്ന് വീഡിയോ എടുത്തു. ഈ കവറൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നില്ല ഞങ്ങളോട്, കാരണം ഇതേന്ന് ആരെടുത്തുന്നെങ്കിലും ഒരു ബാഗ് വാങ്ങിക്കോ മുമ്പോന്ന് പറഞ്ഞപ്പോൾ കേട്ടു. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മുമ്പൂന് കുറവായി നല്ലപോലൊക്കെ വർത്താനം പറഞ്ഞങ്ങാണ്ട് പിന്നെ അത് തെറ്റിപ്പോണു. പേപ്പറിന്റെ കവറായിട്ടൊക്കെ ട്രിപ്പ് വന്ന മുമ്പ് എവിടുന്ന് കിട്ടും ഇങ്ങനത്തേന്. ആ റിസോർട്ടിന്റെ പേര് ഇത് അതിന്റെ മതിൽമ തന്നെ എഴുതിയിരിക്കണ നീബർ ഗേറ്റ്. വരുമ്പോ അതൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ജീപ്പിലല്ല വന്നത്. ഇന്നലെ വാങ്ങി ജ്യൂസ് ഉണ്ടായി നിന്റെ കയ്യിൽ. മുമ്പ് നല്ല പണിയിലാണ്. അങ്ങനെ ജ്യൂസ് വേണോ മുബോന്ന് ചോദിച്ചപ്പോൾ ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞ മുമ്പ് തലയാട്ടി. പേടിച്ചിട്ടാണോ എന്താണ്? ഇപ്പൊ പിള്ളേർക്കൊക്കെ ജ്യൂസും കഷായൊക്കെ പേടിയാൻ തോന്നും. കൊടുത്തോരും തൂങ്ങേണ്ടി വരും. ഇപ്പൊ തടി ഉണ്ടെങ്കിൽ നയിച്ചെന്നൂടെ, എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്കൊക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ട്ടാ. ബൈ.